ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങടി എന്നും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി പറയണം, ആൻറ്റി എന്നെ പുറത്താക്കലേ ആൻറ്റി, ഞാനിവിടെ നിന്നോളാം ആൻറ്റി, ഞാൻ മേലാത്തൊരു തെറ്റും ചെയ്യില്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ചന്ദ്ര തയ്യാറാവുന്നില്ല. നീ ഇറങ്ങടി, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്നു പോകരുത്, നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചു, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് എൻ്റെ മകനെ മാത്രം മതി, എനിക്ക് നിന്നെ വേണ്ട, നീ ഇറങ്ങിക്കോ പുറത്തേക്ക്. അപ്പോൾ അങ്കിളെ, ആൻറ്റി, രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ശ്രുതി കിടന്ന് ഭയങ്കര കരച്ചിലാണ്. അയ്യോ എന്നെ പുറത്താക്കല്ലേ, ദയവ് ചെയ്ത് എന്നെ പുറത്താക്കല്ലേ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ഇനി മേലെ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറച്ചില്ലേ. പക്ഷേ ഇതൊന്നും ചന്ദ്ര കേൾക്കുന്നില്ല, ആരും ചന്ദ്രയെ തടയുന്നുമില്ല. ഇതെല്ലാം കണ്ട് ശ്രുതിയും ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്. ശ്രുതിയുടെ മുടിക്ക് കുത്തിന് കയറി പിടിച്ച് ചന്ദ്ര ഗേറ്റിന് അങ്ങോട്ട് തള്ളി പുറത്താക്കുക. ഇത് കണ്ട ശ്രുതിയാണെങ്കിലും ആകെ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ, ആൻറ്റി ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻറ്റി, വേണ്ട, ഇനി നീ പറയുന്ന ഒരു കാര്യവും കേൾക്കാനായിട്ട് ഇവിടെ ആരും തയ്യാറല്ല, അത് കേൾക്കത്തുമില്ല, നിനക്ക് നിൻ്റെ വഴി, ഇനി മേലാൽ ഈ പടി ചവിട്ടി പോകരുത്, നിനക്ക് ഇനി ഇവിടെ ഒരു സ്ഥാനമില്ല, നീ എന്ന് പറഞ്ഞ ആള് ഇനി ഞങ്ങളുടെ മനസ്സിൽ എങ്ങുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പെരുവഴിയിലേക്ക് തള്ളുകയാണ്. പിന്നീട് ശ്രുതിക്കൊന്നും പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ രവി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ രവിയോടും അതേപോലെ തന്നെ സച്ചിയോടും രേവതിയോടൊക്കെ ചന്ദ്ര പറയാണ്, ഇനി അവളില്ല, എൻ്റെ മനസ്സിൽ അവൾ മരിച്ചു, അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലും അവൾ മരിച്ചു, ഇനി അവൾക്ക് ഇങ്ങോട്ടൊരു തിരിച്ചു വരവില്ല, പറഞ്ഞ് മനസ്സിലായല്ലോ, ഇനി അവളെ കാണാനോ സംസാരിക്കാനോ നിൽക്കരുത്, ഇനി ഈ വീട്ടിലേക്ക് അവൾ കയറില്ല എന്ന് ചന്ദ്ര വാക്ക് കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് കയറി പോവുകയാണ്. സച്ചിക്കും രേവതിക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ നേരിടേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. ഭയങ്കര സങ്കടം തോന്നി അവർക്ക്, പ്രത്യേകിച്ച് ശ്രുതിയുടെ ആ ഒരു കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ ഒരു നല്ലൊരു പാട്ട് സീനൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ സച്ചിയും രേവതിയും നേരെ സുധിയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സുധി ഇരുന്ന് അവിടെ ഇങ്ങനെ പൊട്ടിക്കരയുന്ന സീനാണ് അവിടെ കാണുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി സുധിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഇരിക്കുക. സുധിയുടെ അടുത്തിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും സുധി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ സുധിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. സച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാണ്. സാരമില്ലടാ, എല്ലാം ശരിയാവും എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആശ്വസിപ്പിക്കുകയാണ്. രേവതിക്കും ആ ഒരു രംഗം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ രവിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ശ്രുതി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വരെ നോക്കുകയാണ്. അതിനുശേഷം തൻ്റെ വീട്ടുപേരായ ചന്ദ്രോദയം അതിലൊന്ന് തലോടുകയും ചെയ്യാണ്. അങ്ങനെ സച്ചിയും രേവതിയും ബാക്കി എല്ലാവരും അവിടെ ഒരു വീട് കുളം കലങ്ങി എന്ന രീതിയിൽ തന്നെ അവിടെ ആയി പോവുകയാണ്. എത്രയും സമാധാനത്തോടെ കഴിഞ്ഞ കുടുംബമാണ്. ആ കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് കയറി വന്ന് ഇങ്ങനെ ഒരു കുളം തോണ്ടുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചില്ല. അവർ സങ്കടത്തിലും വിഷമത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നേരെ സുധിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സുധിയുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സുധി ആലോചിക്കുന്നത് ശ്രുതിയെക്കുറിച്ചാണ്. ഇത്രയും നാൾ തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞ റൂമാണല്ലോ ഇതെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ശ്രുതി അവിടെ ഇരുന്ന് അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര കയറി വരികയാണ്. ചന്ദ്ര കയറി വന്നിട്ട്, മോനെ നീ കരയാണോ, മോനെ നീ കരയരുത്, മോനെ നീ അവളുടെ മുന്നിൽ കരഞ്ഞു പോകരുത്, കാരണം അവൾ പോട്ടെ, അവള് മഹാകള്ളിയാണ്, പഠിച്ച കള്ളി, നീ എത്രമാത്രം അവളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഈ അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഈ അമ്മയും അതേപോലെ തന്നെ അവളെ ഒരുപാട് സ്നേഹിച്ചതാണ്. പക്ഷേ അവള് നമുക്ക് തന്ന തിരിച്ചടിയോ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയല്ലേ. എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞാണ് അവള് നമ്മളെ വിശ്വസിപ്പിച്ചിരുന്നത്. അവൾ പണക്കാരിയാണ്, അവളുടെ അച്ഛൻ മലേഷ്യയിലാണ്, അവളുടെ ഇളയച്ചൻ മലേഷ്യയിലാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്തെല്ലാം കള്ളത്തരങ്ങൾ അവൾ പറഞ്ഞു. ഇങ്ങനെ ആരെങ്കിലും ചെയ്യും മോനെ, നീ ഒന്ന് ചിന്തിച്ച് നോക്കും മോനെ. അതുകൊണ്ട് അവൾക്ക് വേണ്ടി നീ കരയരുത്. കരഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മുന്നിൽ നമ്മൾ തോറ്റ പോലെ ആയി പോകൂലേ, അവളുടെ മുന്നിൽ നമ്മൾ ജയിച്ചു എന്ന് വരുത്തണം. ഞാനും കരച്ചിൽ പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ അത്രയും സ്നേഹിച്ച മരുമകളായിരുന്നു അവള് എന്നോട് വലിയൊരു ചതിയെ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് അവളെ ഞാൻ ഒരു തെറ്റിന് പുറത്താക്കിയതാണ്. ശരി, അതെല്ലാം ക്ഷമിച്ച് വീണ്ടും അവളെ ഞാൻ ഈ പടി കയറ്റി കൊണ്ടുവന്നു. പക്ഷേ ഇനി അതുണ്ടാവില്ല മോനെ, നീ കരയരുത്. പക്ഷെ അപ്പോഴും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിക്ക് അതൊന്നും പറ്റുന്നില്ല. ശ്രുതി ഭയങ്കര കരച്ചിലോടെ ഇങ്ങനെ നിൽക്കുകയാണ്. മോനെ, ഇനി അവൾ വേണ്ട മോനെ, പടിയിറക്കിയത് തന്നെയാണ്. ഇനിയും അവൾ ഈ പടി കടന്ന് വന്നു കഴിഞ്ഞാൽ ഇനി അവളുടെ മനസ്സിൽ എന്തൊക്കെ കള്ളത്തരമുണ്ടെന്ന് ആർക്കറിയാം. എല്ലാത്തിനും കാരണം ഈ അമ്മ തന്നെയാ. അമ്മയല്ലേ അവളെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നത്, അവളെ എൻ്റെ മുന്നിലേക്ക് എത്തിച്ചതേ ആ ബാമയും പറഞ്ഞിട്ട് എന്താ കാര്യം.
ഞാൻ അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല, കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല. അതൊന്നും അന്വേഷിക്കാതെ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ട് അവൾ പണക്കാരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ തലയിൽ ഞാൻ വെച്ച് കെട്ടി ഏൽപ്പിച്ചു മോനെ. ദേ, ഇതെല്ലാം അമ്മ ചെയ്ത തെറ്റാണ്. അതിനെല്ലാം അമ്മ പരിഹാരം കണ്ടിട്ടുണ്ട്. എല്ലാത്തിനും ഒരു പരിഹാരം. അമ്മ ഈ തെറ്റ് തിരുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവൾ ഇനി കുടുംബത്തോടെ കിടന്ന് വരില്ല. അതുകൊണ്ട് നിനക്ക് നല്ലൊരു പെണ്ണിനെ ഈ അമ്മ അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് ആ പെണ്ണിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കും. ഇതാണ് അമ്മയുടെ തീരുമാനം. നീ ഒന്നുകൊണ്ടും കരയുകയോ പേടിക്കുകയോ ഒന്നും വേണ്ട. പോയത് പോട്ടെ മോനെ, അവളെക്കുറിച്ച് ഇനി ചിന്തിക്കുക പോലും ചെയ്യരുത് എന്ന് ചന്ദ്ര ശ്രുതിയോട് പറയണം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോയെങ്കിലും ശ്രുതി ഇരുന്ന് അവിടെ ഭയങ്കര കരച്ചിലാണ്. അത്രയും മാത്രം സ്നേഹിക്കുകയും ശ്രുതി പറയുന്ന ഏത് കാര്യവും ശ്രുതി സാധിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ഭർത്താവാണ്. കാരണം ഭാര്യയുടെ അടിമ എന്ന രീതിയിൽ തന്നെയാണ് ശ്രുതി അവിടെ കഴിഞ്ഞത്. പക്ഷേ എല്ലാം കുളം കലക്കി മറിച്ച് ശ്രുതി അങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ ഒരു സങ്കടത്തിൽ നിൽക്കുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ്. അപ്പം ശ്രുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടൊന്നില്ലാതെ പെരുവഴിയിലായി ശ്രുതി ഒരു ഭ്രാന്തിയെ പോലെ മുടിയും അഴിച്ചിട്ട് നേരെ മുന്നോട്ട് പോകുമ്പോഴും ശ്രുതിക്ക് ഭയങ്കര വൈരാഗ്യം തോന്നുകയാണ്. ഇനി എങ്ങനെ ആ കുടുംബത്തിലേക്ക് കയറും? തന്നെ അടിച്ചിറക്കി വിട്ട രംഗങ്ങൾ മുഴുവനും അവിടെ ആലോചിക്കുകയാണ് ശ്രുതി. ഈ ചന്ദ്ര മുടിക്ക് കയറി കുത്തി പിടിച്ചിട്ട് ഇനി ഈ വീട്ടിൽ നിന്ന് നീ പുറത്തു പോയിക്കോ, ഇനി ഈ വീട്ടിലേക്ക് വന്നു പോകരുത്, എനിക്കെൻ്റെ മകനെ മാത്രം മതി, നിന്നെ വേണ്ട എന്ന് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ഈ ശ്രുതിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുകയാണ്. അവസാനം ശ്രുതി നേരെ നമ്മുടെ മീരയുടെ വീട്ടിലേക്ക് ഓടി ചെല്ലുക. മീരയുടെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് അവിടെ കിടന്നിങ്ങനെ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എന്ത് പറ്റി ശ്രുതി, എന്ത് പറ്റി, നീ എന്തിനിങ്ങനെ കിടന്ന് കരയുന്നത്, നിനക്ക് എന്താ പറ്റിയത്, നീ സന്തോഷത്തിലായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എല്ലാം പോയി മീര, എല്ലാം പോയി, എൻ്റെ അവസാനമായി പ്രതീക്ഷിച്ചതുപോലെയൊക്കെ സംഭവിച്ചു. എന്താ പറ്റിയത്? നീ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞ് ഞാൻ പായസം ഉണ്ടാക്കാൻ പോവുകയാണ്, എനിക്ക് ഇന്നെൻ്റെ സന്തോഷത്തിൻ്റെ നാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ഫോൺ വെച്ചത്. ഇപ്പം നിനക്ക് പെട്ടെന്ന് ഇതെന്താ പറ്റിയത്, നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എല്ലാം സംഭവിച്ചു. ഞാൻ വിചാരിച്ചത് ഞാൻ പിടിക്കപ്പെടില്ലെന്നാണ്. പക്ഷേ അവരെന്നെ പിടിച്ചു. സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്തില്ലേ ബീരാനിക അവിടെ കയറി വന്നു എന്നും പറയാണ്. ബീരാനിക അവിടെ കയറി വന്നോ? എങ്ങനെ? അത് പിന്നെ സച്ചിയും രേവതിയുമാണ് ബീരാനിക്കയെ കൊണ്ടുവന്നത്. അപ്പം നീ തന്നെയല്ലേ പറഞ്ഞത് ഓഡിറ്റോറിയത്തിൽ നിന്ന് സച്ചിയും രേവതിയൊക്കെ പോയി, ഇനി പേടിക്കാനൊന്നുമില്ല, ബീരാനിക്ക ഇപ്പോൾ ഫ്രീ ആണെന്നൊക്കെ നീയല്ലേ പറഞ്ഞത്? അതെ, ഞാൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് അവരവിടെ വന്നത്? അവരെങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തോ അവർ ബീരാനിക്കയും കൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അവിടെ വെച്ച് എല്ലാ സത്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാനൊരു ഫ്രോഡാണെന്നും അങ്ങേരെ കൊണ്ട് ഞാൻ ഇതെല്ലാം അഭിനയിപ്പിച്ചതാണെന്നും ഒക്കെ അങ്ങനെ വേണ്ട സകലമാന കാര്യങ്ങളും എല്ലാവരുടെ മുന്നിൽ ഈ ബീരാനിക്ക പറഞ്ഞു. അങ്ങനെ ബീരാനിക്ക സത്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ചു നിന്നാനായിരുന്നു. എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് ഞാൻ പിടിച്ചു നിന്നാനായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ സംഭവിച്ചില്ല എന്ന് പറയാണ്. അതുകൊണ്ട് ആൻറ്റിയില്ലേ, ആൻറ്റീൻ്റെ മുടിക്ക് കയറി കുത്തിന് പിടിച്ച് പുറത്തേക്ക് എറിഞ്ഞു. ഇനി ഈ വീട്ടിലേക്ക് കയറി വന്നു പോകരുത്, നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ല, ഇനി എൻ്റെ മകനെ തേടി വരരുതെന്ന് എന്നും പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട് നമ്മുടെ മീരയാണെങ്കിൽ എന്നിട്ട് ശ്രുതിയൊന്നും മിണ്ടാതിരുന്നോ? ശ്രുതിയൊന്നും പറഞ്ഞില്ലേ? അവൻ എന്ത് പറയാനായിട്ട്? അമ്മ കഴിഞ്ഞിട്ടല്ലേ ഉള്ളു അവൻ ആരും. എന്നെ ആൻറ്റി കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുമ്പോഴും നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. ഒരക്ഷരം പോലും ശ്രുതി അവിടെ മിണ്ടിയില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. ശ്രുതിക്ക് എന്നോട് അത്രയും മാത്രമേ സ്നേഹമുള്ളൂ. എന്നാലും എൻ്റെ ശ്രുതി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നോ എപ്പോഴെങ്കിലും ഈ സത്യങ്ങളെല്ലാം പറയണമെന്ന്? നീ പറഞ്ഞില്ല. നിനക്ക് ശ്രുതിയോടെങ്കിലും സത്യങ്ങൾ പറയായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പം ആൻറ്റി കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളിയപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ നോക്കി നിന്നത്. സത്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. നീ എന്താ അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ? ഞാനിവിടെ മനസ്സൊരുക്കി വെന്തുരുകിയിരിക്കുക. ആ സമയത്ത് അവർക്ക് വേണ്ടി സപ്പോർട്ട് പറഞ്ഞിട്ടാണോ നീ വരുന്നത്? എനിക്കതൊന്നും കേൾക്കണ്ട ശ്രുതി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നിനക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട് പറ്റുമോ? ഇനിയിപ്പോൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. ഏതായാലും ഇപ്പം എനിക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അവിടെ ആൻറ്റി ആകെ തിളച്ച് നിൽക്കുകയാണ്. പക്ഷേ ശ്രുതി ഇത്രയേ അറിഞ്ഞുള്ളൂ. ഇനി അധികം താമസിയാതെ
നിനക്കൊരു കുഞ്ഞുണ്ടെന്നും നീ പ്രസവിച്ചവളാണെന്നും നീ ഒരു കല്യാണം കഴിച്ചവളാണെന്നും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പൊ നീ മുടി കഴിച്ചിട്ടാണ് വന്നത്. ഇനി ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേ നിന്റെ ശരീരത്ത് തലയുണ്ടാവില്ല. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. നീ ഒന്നും മിണ്ടാതിരിക്കും മീര. ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒരേ കാര്യങ്ങൾ സോൾവ് ആക്കാനായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ശ്രുതിയെ ഞാൻ ഒരുപാട് സ്നേഹിച്ച് ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. പതിയെ പതിയെ അവനോട് ഞാൻ തന്നെ സത്യങ്ങളെല്ലാം പറഞ്ഞാനായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇങ്ങനെയെല്ലാം സംഭവിച്ചു. പക്ഷെ എന്ന് വിചാരിച്ച് ഈ ശ്രുതി തോറ്റു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഞാൻ കയറി ചെല്ലും ആ വീട്ടിലേക്ക്. അല്ല, ഒരു അമ്മായിയമ്മയ്ക്ക് എന്ത് അവകാശമുണ്ട് മരുമകളെ അടിച്ച് വീടിന് പുറത്താക്കാനായിട്ട്? കേസ് എന്താണെന്നറിയാവോ? വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാകും എന്ന് വിചാരിച്ചേ ഞാൻ ശ്രുതിയുടെ ഭാര്യ. നിയമപരമായിട്ട് കല്യാണം കഴിച്ചവരാണ് ഞങ്ങള്. ആ സ്ഥിതിക്ക് ഒരമ്മായിയമ്മമാർക്കും മരുമകളെ വീടിന് പുറത്ത് അടിച്ചു തള്ളാനുള്ള അവകാശമില്ല. അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാലേ ആ തള്ളയെ അകത്ത്. അതറിയോ മീരെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ അപ്പം എന്ത് ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ ചെല്ലും. ഏതായാലും ഇപ്പം ചെല്ലുന്നില്ല, ഒന്ന് തണുക്കട്ടെ. എന്നോടുള്ള ദേഷ്യങ്ങളെല്ലാം ആൻറ്റിക്കൊന്ന് മനസ്സിൽ നിന്ന് മാറട്ടെ. അതിനുശേഷം ഞാൻ അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് എന്താ വേണ്ട വിധത്തിൽ പറയേണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ ശ്രുതി, നിന്നോടുള്ള ദേഷ്യം ഇനി ആൻറ്റിക്ക് മാറോ? അല്ല, അങ്ങനെ ഒരു കാര്യമാണല്ലോ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ആദ്യം നിന്നെ ഇതേപോലെ വീടിന് പുറത്താക്കിയതാ. ആ സമയത്ത് എങ്ങനെയും കാലൊക്കെ പിടിച്ച് അങ്ങോട്ട് ചെന്ന് സോൾവ് ആക്കി. പക്ഷേ ഇനിയും മാറോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മാറും. ആൻറ്റിയുടെ മനസ്സ് മാറും. അല്ലെങ്കിൽ ഞാൻ മാറ്റിയെടുക്കും. എങ്ങനെയെങ്കിലും അടുത്ത കള്ളങ്ങൾ പറഞ്ഞ് ഞാൻ ആൻറ്റിയുടെ മനസ്സ് മാറ്റിയെടുത്ത് ആ വീട്ടിലേക്ക് തന്നെ കയറും. അതിന് എനിക്ക് യാതൊരു തടസ്സവും ഇല്ല. ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും മീരയാണെങ്കിൽ എൻ്റെ പൊന്നടി, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എന്നാലും നിന്റെ ഒരു കോൺഫിഡൻസേ സമ്മതിച്ചിരിക്കുന്നു. അതെ, ശ്രുതി ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയായിരിക്കും. നടന്നാ കൊള്ളാം, നടന്നാ നിന്റെ ഭാഗ്യം. അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാണ്? ഏതായാലും സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി അതിൽ കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നും പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.